നമസ്കാരം. ദാമ്പത്യം കെടാവിളക്കാകുവാൻ ദാമ്പത്യം ഇപ്പം എല്ലാവരും ഊതിക്കെടുത്തുക. ദാമ്പത്യം എല്ലാവരും ഇപ്പോൾ ഊതിക്കെടുത്തി ചെയ്യാഞ്ഞ കെടാവിളക്ക് പോലെ കത്തിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ആ കെടാവിളക്കാകുവാനായിട്ട് ദാമ്പത്യം ആകുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വൈധവ്യയോഗം ഉണ്ടാകാതിരിക്കണം. അതാണ് ജാതകത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതിനല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ജാതകങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ശുഭഗ്രഹങ്ങൾ ലഗ്നത്തിലും 7ാം ഭാവത്തിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നന്നായിട്ട് നോക്കണം. സ്ത്രീകളുടെ ഗ്രഹനിലയാണ് കൂടുതൽ സൂക്ഷ്മ ചിന്ത ചെയ്യേണ്ടത്. സ്ത്രീകളുടെ ജാതകം കൊണ്ടാണല്ലോ വൈധവ്യം വരുന്നത്. അതിൽ ജനന സമയം കൃത്യമായിട്ട് എടുക്കണം. ജനന സമയം ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പോയാൽ നമുക്കങ്ങനെ വൈധവ്യയോഗം ഉണ്ടെങ്കിൽ അത് ഗണിക്കുന്നത് തെറ്റിപ്പോവും. അതുപോലെ തന്നെ ജാതകത്തിൽ പാപന്മാരുടെയും ശുഭന്മാരുടെയൊക്കെ കാര്യങ്ങൾ വിസ്തരിച്ചിട്ടുണ്ട്, അത് നോക്കാം. സ്ത്രീകളുടെ ഗ്രഹനില പ്രകാരം 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളും ഒപ്പം ശുഭഗ്രഹങ്ങളും ഒരുപോലെ സ്ഥിതി ചെയ്താൽ വൈധവ്യം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ഭർത്താവ് മരിച്ച് രണ്ടാമതൊരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വിവാഹം കഴിച്ച് കുട്ടികളുമായിട്ട് കഴിയാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. 7ാം ഭാവത്തിൽ രാഹു, സൂര്യൻ, ചൊവ്വ ഈ ഗ്രഹങ്ങളൊക്കെ ഒരുമിച്ച് ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ വിധവായോഗം ഉണ്ടാകും. അപ്പോൾ ജാതകം പരിശോധിക്കുമ്പോൾ ദാമ്പത്യം കെടാവിളക്കാകുവാനായിട്ട് കടാവിളക്ക് പോലെ എന്നും നിരന്തരമായി കത്തി സന്തോഷപ്രദമായ ദാമ്പത്യം ഉണ്ടാവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതക പരിശോധന നല്ല രീതിയിൽ തന്നെ നടത്തുക.